വീക്ക് ഡേ ആണ്. പതിവ് പോലെ ഓഫീസിലെ സ്കൂളിലെ തിരക്കാണ്. രാവിലെ ഒരു 5:45 അലാം വെച്ച് എഴുന്നേറ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് കിച്ചണിലേക്ക് വന്നു. ഇപ്പൊ നേരം വെളുക്ക് കേട്ടോ, സമ്മർ തുടങ്ങിയല്ലോ. ആദ്യം തന്നെ നമ്മുടെ പാല് കാച്ചാൻ വെക്കുകയാണ്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനും അങ്കിത്തിന് ടിഫിനിലോട്ടും ഒക്കെ ദോശയാണ്. കൂടെ കടലക്കറി തലേ ദിവസം ഡിന്നറിന് വെച്ചതിന്റെ ബാക്കി കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്കിത്തിന് ഞാൻ അത് ടിഫിനിൽ കൊടുത്തു വിടുന്നുണ്ട്. രാക്കയ്ക്ക് കുറച്ച് ചട്നിയും കൂടെ അരച്ചു കൊടുക്കാം. അപ്പം മാവ് ഇതേ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അത് പൊങ്ങി കളഞ്ഞാലോ എന്ന് വെച്ചിട്ടാണ് താഴെ ഞാനൊരു പ്ലേറ്റും കൂടെ വെച്ചിട്ടുള്ളത്. പക്ഷേ അത് പൊങ്ങി കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിൽ നിന്ന് കുറച്ചെടുത്തൊന്ന് ഉപ്പിട്ട് മാറ്റി വെച്ചു, ബാക്കി ഫ്രിഡ്ജിൽ വെച്ചു. കാരണം ഉപ്പിട്ട് വെച്ചാൽ പിന്നെ അത് കേടായാലോ വെച്ചിട്ട്. അങ്കു എഴുന്നേറ്റ് ഉറക്കപ്പിച്ചിൽ പല്ലേക്കാൻ പോവുക. രാക്കെ യൂണിഫോം ഒക്കെ തേക്കുകയാണ്. അവന്റെ യൂണിഫോമും ഷൂസും ആ സെക്ഷനൊക്കെ രാക്കയുടെ ഡ്യൂട്ടിയാ. കടലക്കറി ഒന്ന് ചൂടാക്കി വെച്ച് കൊടുക്കുകയാണ്. കുറച്ച് ആവി ഒന്ന് മാറിയിട്ട് അടച്ചു വെക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ അത് തുറന്നു പോകുമെന്ന് പറയുന്നുണ്ട് അവൻ. ദോശയും കൂടെ പെട്ടെന്ന് രണ്ടെണ്ണം ചുട്ടു വെക്കുന്നുണ്ട്. നെയ്യൊന്നും ഒരുപാട് ഒഴിച്ചു കൊടുക്കുന്നില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് തടവുന്നേ ഉള്ളൂ. കാരണം ചിലപ്പോൾ മുരണ്ടു പോകും. അപ്പൊ ഇങ്ങനെ കുറച്ച് സോഫ്റ്റ് ആയിട്ട് വെക്കുവാണെങ്കിൽ നന്നായിട്ട് തന്നെ ദോശ ഇരിക്കും. ഫ്രൂട്ട്സ് ബ്രേക്കിന് ഞാൻ കുറച്ച് ബദാമാണ് വെച്ച് കൊടുക്കുന്നത്. അവന് സോക്ക് ചെയ്ത ബദാം വേണ്ട, ഇങ്ങനെ വെറുതെ റോ ആയിട്ട് ഇട്ട് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തു. അങ്ങനെ അങ്കിത്തിന്റെ ടിഫിനും വെള്ളമൊക്കെ പാക്ക് ചെയ്തു. അവനും റെഡിയായി. ശരിക്കും ഈ 6:30 പോകുന്നത് ഒരു 7:30 ആയെങ്കിലോ എന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. പക്ഷെ അവന്റെ ക്ലാസ് 7:30 തന്നെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ പിന്നെ 6:30 തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിയല്ലേ പറ്റത്തുള്ളൂ. 1 മണിക്കൂറും കൂടെ ഒന്ന് കിട്ടിയായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഒരു എനർജി ഉണ്ടായിരുന്നു എനിക്കും അവനും രാക്കയ്ക്കും എല്ലാം. ഇതിപ്പോൾ രാവിലെ ഇങ്ങനെ പോകുമ്പോൾ കുറച്ചൊരു എനർജി കുറവാണ്. പക്ഷെ പിന്നെ കുറച്ച് കഴിയുമ്പോൾ അങ്ങ് നമുക്ക് എനർജി വരുമെങ്കിൽ ആ രാവിലെ എഴുന്നേറ്റിട്ടുള്ളൊരു മടുപ്പുണ്ടല്ലോ. ഇപ്പോൾ ദേ നന്നായിട്ട് വേപ്പ് പൂക്കുന്ന സമയമാണ്. നമ്മുടെ ഫ്രണ്ടിൽ നിൽക്കുന്ന വേപ്പ് നിറച്ച് ചെറിയ പൂക്കള. അതിൻ്റെതായ ഒരു അസ്വസ്ഥത എനിക്ക് തൊണ്ടയിലും മൂക്കിലും ഒക്കെ ഉണ്ട് കേട്ടോ. ആ മണം എനിക്ക് എന്തോ ഒരു വല്ലാത്തൊരു മട്ടിക്കുന്ന ഒരു മണം അതിന്. ഇവിടെ ആണെങ്കിൽ കുറേ വേപ്പ് അങ്ങനെ ചുറ്റും നിപ്പുണ്ട്. പക്ഷെ വേപ്പ് നല്ലതെന്നാണ് പറയുന്നത്. പക്ഷെ എനിക്ക് എന്തോ ഒരു അലർജി പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ അങ്കുവിന്റെ സ്കൂൾ തിരക്കൊക്കെ കഴിഞ്ഞു. അടുത്തതിന് രാക്കനെ ഓഫീസിൽ അയക്കുന്ന തിരക്കാണ്. ചായ ഇടുകയാണ്. രാക്കെ കുളിച്ച് റെഡിയായി വിളക്കൊക്കെ കത്തിച്ച് ഇറങ്ങാനായിട്ട് നിൽക്കുകയാണ്. ഇന്ന് കുറച്ച് ബെഡ്ഷീറ്റ് കഴുകണം എന്ന് വിചാരിക്കുക. ബെഡ്ഷീറ്റ് കഴുകുന്ന ദിവസമായിട്ട് ഇന്ന് വെച്ചിരിക്കുക. വെയിലുള്ളതുകൊണ്ട് പിന്നെ ടെൻഷൻ അടിക്കേ വേണ്ട, പെട്ടെന്ന് ഉണങ്ങിയും കിട്ടുമല്ലോ. ഞാൻ ആഴ്ചയിൽ ഒരു പ്രാവശ്യം ബെഡ്ഷീറ്റ് മാറ്റാറുള്ളൂ. ചിലർക്ക് ഞാൻ കേട്ടിട്ടുണ്ട് ഡെയിലി മാറ്റുന്നവരുണ്ടെന്ന്. പക്ഷേ എനിക്ക് എന്തോ ഞാൻ ഒരാഴ്ചക്ക് ഒരു പ്രാവശ്യം ഞാൻ കഴുകിയിടാറുള്ളൂ. അങ്ങനെ കിടന്ന പുതപ്പൊക്കെ കഴുകാനിട്ടു. പുതിയ എടുത്ത് വിരിക്കുകയാണ്. അപ്പൊ കിടന്ന പുതപ്പിൽ 2 സെറ്റായിട്ട് ഇടാൻ പറ്റത്തുള്ളൂ. നമ്മൾ പുതയ്ക്കാൻ ഉപയോഗിക്കുന്ന പുതപ്പ് എടുക്കുമ്പോൾ വെയിറ്റ് ഇല്ലെങ്കിലും വെള്ളം നനയുമ്പോൾ നല്ല വെയിറ്റ് വരും. അതുകൊണ്ട് 2 ട്രിപ്പായിട്ടേ കഴുകാൻ പറ്റത്തുള്ളൂ. പുതപ്പുള്ളതുകൊണ്ട് അതുകൊണ്ട് മെയിൻ തുണി ഇന്ന് കഴുകാനില്ല. കുറച്ചത് കിടപ്പുണ്ട് തുണി, നാളെ കഴുകാമെന്ന് വിചാരിച്ചു. പിന്നെ മടക്കാൻ കുറച്ച് കിടപ്പുണ്ട്. എനിക്ക് ഏറ്റവും മടിയുള്ള ജോലിയാണ് ഈ തുണി മടക്കല്. പാത്രമൊക്കെ ഞാൻ എപ്പോഴെപ്പോഴും കഴുകി വെക്കുന്നുണ്ട്. പ്രത്യേകിച്ചൊന്നും സിങ്കിൽ കിടപ്പില്ല. ഒരെണ്ണം മാത്രം പാല് കാച്ചിയതുണ്ടായിരുന്നു, അത് പെട്ടെന്ന് കഴുകി വെക്കുകയാണ്. കഴിഞ്ഞ വ്ലോഗിൽ പിന്നെ ഞാൻ പറഞ്ഞിരുന്നല്ലോ, നമ്മുടെ വാട്ടർ പ്യൂരിഫയർ പൊട്ടി, അക്വാഗാർഡ് പൊട്ടിയിട്ട് നമ്മുടെ കിച്ചൺ ഫുള്ള് വെള്ളമായതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് റെഡിയാക്കാനല്ല, അത് ചെക്ക് ചെയ്യാനായിട്ട് ഇന്ന് ആള് വരുന്നുണ്ട്.
അപ്പോൾ അതേ അക്വാഗാർഡ് കമ്പനിയിലെ ആളാണ് ക്ലാമ്പ് ഫിക്സ് ചെയ്തിട്ട് പോവുകയാണ്. കുറച്ച് ടൈറ്റാക്കി. ഇനി പൊട്ടിത്തെറിക്കരുതല്ലോ, അറിയത്തില്ല. എന്തായാലും നമ്മുടെ വാൽവ് അടച്ചാൽ പ്രശ്നം വരാറില്ല കേട്ടോ. അങ്ങനെ മെയ്ഡും വന്ന് ക്ലീൻ ചെയ്തിട്ട് പോവാണ്. തുണി പെട്ടെന്ന് വിരിക്കുക, പുതപ്പുകൾ. ലഞ്ചിന് ഇന്ന് കുറച്ച് വെണ്ടയ്ക്ക ഇരിപ്പുണ്ട്, അതൊന്ന് മെഴുക്ക് പുരട്ടണം. പയറുടച്ച് കയറി, പപ്പടം, പിന്നെ അച്ചാറ്, തൈര്. ഇതാണ് മനസ്സിൽ കണ്ടിരിക്കുന്നത്. അപ്പം ഒരു പുതപ്പ് ഞാൻ അടുക്കള ബാൽക്കണിയിലോട്ട് വിരിച്ചു കേട്ടോ. അതാകുമ്പോൾ അവിടെ നീത്ത് വിരിക്കാമല്ലോ. വെണ്ടയ്ക്ക പെട്ടെന്നൊന്ന് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. വെണ്ടയ്ക്കയിലെ വെള്ളം ഒന്ന് ഉണങ്ങിയാലേ അത് അരിഞ്ഞിട്ട് നമുക്ക് മെഴുക്ക് പുരട്ടാൻ പറ്റും, അല്ലെങ്കിൽ പിന്നെ ഒത്തിരി കൊഴുപ്പ് കൂടും. അതുകൊണ്ട് ഞാനൊന്ന് ഡ്രൈ ആക്കിയതിന് ശേഷം ഇത് നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, കുറച്ച് വലുതായിട്ട്. പിന്നെ 3-4 മുറ്റിയതുണ്ടായിരുന്നു. ചില സമയം നല്ല വെണ്ടയ്ക്ക കിട്ടും. ഇത് തരക്കേടില്ലാത്ത വെണ്ടയ്ക്ക ആയിരുന്നു. ചോറും ദേ ഊറ്റി വെച്ചിട്ടുണ്ട്, സോനാ മസൂരി. അപ്പൊ വെണ്ടയ്ക്ക ഞാൻ സിമ്പിൾ ആയിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പച്ചമുളക് കഴുകി എടുത്തിട്ടുണ്ട്, എരിവ് കുറഞ്ഞ പച്ചമുളക, പിന്നെ കറിവേപ്പിലയും കൂടെ എടുത്തിട്ടുണ്ട്. കടായി വെച്ച് എണ്ണ ഒഴിച്ചു. ചൂടോടുകൂടി തന്നെ എണ്ണ ചൂടാകുമ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക ഇട്ടിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം ഹൈ ഫ്ലെയിമിൽ. അപ്പോൾ ആ കൊഴുപ്പ് മാറിയതിന് ശേഷം ലോ ടു മീഡിയം ഫ്ലെയിം വെച്ചിട്ട് കറിവേപ്പിലയും പച്ചമുളകും ഇട്ടിട്ട് മെല്ലെ വീണ്ടും ഇളക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി വേറൊന്നും ഞാൻ ഇതിൽ ചേർക്കുന്നില്ല കേട്ടോ, മഞ്ഞപ്പൊടിയോ മുളക് പൊടിയോ ചില്ലി ഫ്ലേക്സോ ഒന്നും. അപ്പോൾ ഒരുവിധം നന്നായിട്ട് ആ കൊഴുപ്പ് മാറിയ ശേഷം ഒരു 2 മിനിറ്റ്, 1-2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് പിന്നെ തുറന്ന് തന്നെ വെച്ചിട്ട് വഴറ്റി ഇത് എടുത്തിട്ടുണ്ട്. വെണ്ടയ്ക്ക റെഡി ആയിട്ടുണ്ട്. ഒഴിക്കാനായിട്ട് ഒരു ചെറുപയർ ഉടച്ചേറി പോലെ വെച്ചു. കൂടെ പപ്പടവും കാച്ചുകയാണ്. ഇന്നത്തെ ലഞ്ച് ഇതാട്ടോ. അങ്ങനെ പപ്പടവും കാച്ചി ലഞ്ച് സെറ്റായി. അടുത്ത ഇനി എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ജോലിയാ തുണി മടക്കല്. അതും കൂടെ മടക്കി വെച്ചാൽ ഒരു സമാധാനം, അല്ലെങ്കിൽ അത് കാണുന്തോറും നമുക്കൊരു ടെൻഷനാണ്. അപ്പം അത് പെട്ടെന്ന് ചെയ്തു വെക്കുകയാണ്. പിന്നെ പതിവ് പോലെ ഒന്ന് നടക്കാൻ ഇറങ്ങണം. ഹർഷ പോകുന്നവരുള്ള നടത്തേക്കേ ഉള്ളൂ, പിന്നെ നടത്തേക്കെ കണക്കാണ്. പുള്ളിക്കാരി മെയ് ഫസ്റ്റ് വീക്ക് പോവും. അപ്പോൾ അങ്കിത്ത് ട്യൂഷനൊക്കെ പോയി കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലോ, കുളിച്ച് വിളക്ക് കത്തിച്ചിട്ട് നടക്കാനായിട്ട് ഇറങ്ങും. പഴം നല്ല പഴുത്തിരിക്കുകയാണ്. ഞാൻ കുറേ പ്രാവശ്യം കാണിച്ചിട്ടുള്ളതാണ് ഈ ഒരു റെസിപ്പി. ഒരു കുഞ്ഞു സ്നാക്കാണ്. അപ്പം നമ്മുടെ നല്ലതായിട്ട് പഴുത്ത പഴം മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരപ്പൊടി ഇട്ട് കൊടുത്തു. ഫ്ലേവറിന് കുറച്ച് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചേർത്ത് കൊടുക്കുന്ന അരിപ്പൊടിയാണ്, വെള്ള അരിപ്പൊടിയാണ്. നമ്മുടെ അപ്പം, ഇടിയപ്പം, പത്തിരിപ്പൊടി ഉണ്ടല്ലോ, അതാ ചേർത്ത് കൊടുക്കുന്നത്. നേരത്തെയൊക്കെ ഞാൻ നമ്മുടെ പുട്ടുപൊടി ചേർത്തിട്ടുണ്ട്, പുഞ്ചപ്പുട്ടുപൊടി. അതുപോലെ തന്നെ ഗോതമ്പ് മാവും നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിലേക്ക് കുറച്ച് പാലും കൂടെ ഒഴിച്ച് മിക്സിയിൽ ഒന്ന് കറക്കിയെടുത്തു, ഒരു ബാറ്ററാക്കി എടുത്തു. ഇഡലി പാത്രം വെച്ചിട്ട് നെയ്യ് തടവി ഒരു ടിന്നിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചിട്ട് ആവി ഏറ്റിയെടുക്കാം. ഒരു 45 മിനിറ്റോളം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. ഇത് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒരുപാട് വട്ടം കാണിച്ചുകൊണ്ടാണ് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. സൂപ്പർ ടേസ്റ്റി സ്നാക്കാണ് ഇത്. ഇന്ന് രാത്രി ഉണ്ടാക്കിയ പിറ്റേ ദിവസം രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാലും കഴിക്കാം. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. എനിക്ക് ഗോതമ്പിനെ കാട്ടി അരിപ്പൊടിയുടെ ആ ഫ്ലേവറാണ് ഇഷ്ടം. അങ്കുദേ സ്കൂളിൽ നിന്ന് വന്ന് കുളിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ട്യൂഷന് പോവുക. ഞാൻ ഇനി ഒന്ന് കുളിച്ച് വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചിട്ട് നടക്കാൻ പോവുകയാണ്. നേരത്തെ വിളക്ക് കത്തിച്ചിപ്പോൾ പ്രാർത്ഥിക്കും, നടക്കാൻ പോകുന്നുണ്ടോണ്ട്. അല്ലെ പിന്നെ തിരിച്ച് പെട്ടെന്ന് വന്ന് കത്തിക്കാനുള്ള ഇതുകൊണ്ട് കത്തിച്ചിട്ട് അങ്ങ് ഇറങ്ങും. സൂര്യഭഗവാൻ താഴ്ന്നു തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങള് നടക്കാൻ ഇറങ്ങിയപ്പോൾ കണ്ട കേട്ടോ മയില്, നിറച്ച് വീതിയുള്ളൊരു മയില. നമ്മൾ അടുത്തോട്ട് ചെല്ലുമ്പോൾ അത് ഓടിപ്പോവും. എങ്കിലും ഞാൻ മെല്ലെ മെല്ലെ അടുത്തോട്ടൊന്ന് പോവാൻ ശ്രമിച്ചു. നമ്മുടെ അനക്കം കേട്ടാ അത് പറന്നു പോകട്ടോ. പറഞ്ഞ പോലെ തന്നെ അത് പറന്നുപോയി. ഞാൻ കുറച്ച് സൂം ചെയ്തെടുത്തു, നല്ല രസമുണ്ട്. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ അങ്കിത്തിന്റെ സ്വിമ്മിങ്ങിന്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കുകയാണ്. ഇപ്പൊ ചൂടായതുകൊണ്ട് ടൗൺഷിപ്പിലെ സ്വിമ്മിംഗ് പൂളും തുറന്നിട്ടുണ്ട്, സ്കൂളിലും സ്വിമ്മിംഗ് പൂളുണ്ട്. അപ്പോൾ അവന്റെ ഗോഗിൾസും, അതായത് കണ്ണാടി വേണമല്ലോ, ക്യാപ്പും കാര്യങ്ങളും ഒക്കെ ചെക്ക് ചെയ്യാണ്. സ്കൂളിലേക്കുള്ള കിറ്റ് സെപ്പറേറ്റ് വെച്ചു. അത് ആഴ്ചയിൽ 3 അല്ലെങ്കിൽ 4 പ്രാവശ്യം കാണും. പിന്നെ ഇവിടെ എല്ലാ ദിവസവും ഉണ്ട് കേട്ടോ. പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും
2 ടൈമിംഗ് ആണുള്ളത്. അപ്പോൾ ആണുങ്ങൾക്ക് വൈകുന്നേരം 7 മുതൽ 9 മണി വരെ, ആ സമയമാണ് ഇവന് പോകേണ്ടത്. അപ്പോൾ കിറ്റൊക്കെ റെഡിയാക്കി. ഡിന്നർ സ്പെഷ്യലാണ് രാക്കേഷ് സ്പെഷ്യൽ തലശ്ശേരി ദം ബിരിയാണി. ഞാൻ ഒന്നും ഹെൽപ്പ് ചെയ്യാനേ പോകുന്നില്ല, അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുത്തിട്ടില്ല, ജസ്റ്റ് ഓടി വന്നൊന്ന് എടുത്തതാണ്. ചിക്കൻ കഴുകി സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. ബാക്കി പച്ചമുളക് അരിയാണ്. രാക്കയുടെ ഒരു റെസിപ്പിയാണത്, എനിക്ക് വലിയ പിടിയില്ല. കുറേ സവാളയും തക്കാളിയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ അരി കഴുകി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ട് ക്ലീനിങ് എൻ്റെ ജോലിയാട്ടോ. നമ്മുടെ ബിരിയാണി സെറ്റായിട്ടുണ്ട്. രാക്കയെ വിളമ്പാനും തുടങ്ങി. കുറച്ച് ചോറ് സെപ്പറേറ്റ് മാറ്റി വെക്കും. പിന്നെ ചിക്കൻ്റെ ആ ഭാഗം താഴോട്ടാണ്. തലശ്ശേരി ദം ബിരിയാണി ഹർഷയ്ക്കും ഒക്കെ കൊടുക്കുന്നുണ്ട്, അതാണ് ഇത്രയും വെച്ചത്. പിന്നെ സാലഡും ഉണ്ടാക്കിയിട്ടുണ്ട്. പച്ചമുളകും ഉള്ളിയും തക്കാളിയും തൈരും ഒക്കെ ചേർത്ത് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് സെറ്റപ്പാക്കി അതും വെച്ചിട്ടുണ്ട്. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ ബൈ.